വലിച്ചെടുക്കണോ? ആ തീ കൊടുക്ക്. അടി 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 ഗൈസ്, അടി ഗൈസ്, അടി ഉമ്മയിപ്പ അടി ഗൈസ്. എന്റെ പഠിപ്പ് പോയത് അല്ലെങ്കിലൊക്കെ ഞാൻ ഇന്ന് ആരാ ചിലപ്പോ കലക്ടറായിട്ടുണ്ടാവും. ഏയ് ഉപ്പേനാല് ഉമ്മേനാല് ഉപ്പേനാല് എല്ലാമായിട്ട് എന്തായാലും ഇൻഷാല്ലാ നമ്മളൊരു ദിവസം ഇതില് പൊട്ടിക്കും. കെട്ടിയ ഭർത്താവിനെ കഴിഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് മക്കളും. അതൊക്കെ അങ്ങനത്തെ. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്ന് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ചെറിയൊരു വ്ളോഗാണ്, നമ്മുടെ വീട്ടിലത്തെ ചെറിയ ചെറിയ കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമ്മൾ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇതെന്താ പരിപാടി? ഇവ കറക്റ്റ് സമയമാണല്ലോ. എന്നിട്ട് അത് മുട്ടപ്പാലടാ. മാഷാ അല്ലാ, കറക്റ്റ് സമയട്ടാ. ഇരിക്കൂ. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് മന വ്ളോഗിൽ ഉൾപ്പെടുത്താം അല്ലേ? എന്നിട്ടാ ഈ സാധനം പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു സ്കൂൾ സമയത്ത്. അപ്പൊ നല്ല ടേസ്റ്റാ. പുയ്യാപ്പിള സൽക്കാരല്ലേ? പാലക്കാടൊക്കെ പുതിയാപ്പിളക്ക് ഫസ്റ്റ് കൊടുക്കുന്ന പലഹാരം. പാലക്കാട് മാത്രല്ല, ഒരുവിധ എല്ലാ ജില്ലകളിലും ഈ ഒരു സാധനം ഉണ്ട്. പറയല കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കുറേ വകകൾ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പലഹാരം ഇതാണ് അവിടെ പ്രധാനം. പക്ഷെ അതിൽ എന്തൊക്കെയോ ഒളിച്ചു വെച്ചിട്ടൊക്കെ കൊടുക്കും അവര്. അതന്നെ, അത് ഒരുവിധ എല്ലാ ജില്ലകളിലും ഉണ്ട്. പല പല പേരുകളിലാണ് അറിയപ്പെടുക. കടയിലൊക്കെ വിറ്റു തുടങ്ങി. പക്ഷെ എന്തായാലും കഴിച്ചോട്ടെ. നോർമലി ഉമ്മ ഉണ്ടാക്കുന്ന എന്ത് വീഡിയോ ആരെങ്കിലും ഒരാൾ കമന്റ് ഇടാറുണ്ട്, താത്ത ഇതിന്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുവെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ ഉറപ്പായിട്ടും ഉണ്ടാക്കണ്ട. ഉമ്മാന്റെ പഴയ കാലത്തെ വീഡിയോസ് ഒക്കെ കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് നല്ല സ്മൂത്ത് ആയിട്ട് കണ്ടില്ലേ, ഇങ്ങനെ എന്താ പറയാ, ഒരു ഗ്ലാസ് പച്ചരിയാണ്. ഒരു ഗ്ലാസ് പച്ചരിയും 2 കോഴിമുട്ടയും നല്ല ജീരകം, ചെറിയുള്ളി, മഞ്ഞപ്പൊടി, ഏലക്ക, ഇത്രയും. പിന്നെ അത് അരയ്ക്കുമ്പോട്ടോ ഈ പച്ചരിയിലിട്ട് അരച്ച് മൈ പോലെ അരച്ചിട്ടാണ് നമ്മൾ ഇതിനുണ്ടാക്കണത്. പിന്നെ വന്നിട്ട് തേങ്ങ ചിരകിയിട്ട് തേങ്ങയും ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കൂടി. ഓൾറെഡി ഇതിന്റെ വീഡിയോസ് ഇട്ടുണ്ടോ സംശയം അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഏലക്കയും തേങ്ങയും പഞ്ചസാരയും ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചിറ്റി എടുക്കുക. പക്ഷെ അത് വന്നിട്ട് കൺമഷി പോലെ അരയണം. കണ്ടില്ലേ, നൈസായിട്ട് നോക്കി കണ്ടോ. ശരി, കുഴപ്പമില്ല. കഴിച്ചിട്ട് പറയുന്നത് അയച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള പെരിഞ്ചീരകം അടക്കം പറഞ്ഞു കൊടുക്കുമല്ലോ. ഇതൊക്കെ നല്ല ജീരക, പെരിഞ്ചീരകം തള പറ്റില്ല. മടക്കിയിട്ട് ഇങ്ങനെ മടക്കി ഉമ്മ തരും. അതിനെടുത്തിട്ടതാ അടിപൊളി ടേസ്റ്റാ. ഇതേപോലെ ഉപ്പ കൊടുത്തേക്കേ, ഇതേപോലെ ഉരുട്ടിട്ട് ഉപ്പ കൊടുക്ക്. നോട്ടെ ഇതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട അവിടെ ഉപ്പ എത്തിയിട്ടുണ്ട്. അപ്പൊ വായിൽ വെച്ചെടുക്കണം. അല്ല അങ്ങനല്ല വായിൽ വെച്ചെടുക്കണം. ആ തീ കൊടുക്ക്. എന്നിട്ട് അതല്ലേ? മണം തേങ്ങ കടിക്കലും പഞ്ചസാര തള്ളിന് ഒരു കുറവില്ല അല്ലേ? ശരി. കഴിച്ചവര് വീണ്ടും ചോദിക്കും അല്ല, ഇക്ക പറയണല്ല ഇനി ഒരെണ്ണം കൂടി മടക്കുന്നു. കഴിക്കുമ്പോ എന്താ അഭിപ്രായങ്ങൾ പറയും. നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ നല്ല മഴക്ക് ചൂടുള്ള മുട്ടപ്പത്തിരി ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു. ചായ കുടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. നേരത്തെ അല്ല, കുറച്ച് നേരത്തെ ചായ വെച്ചു. എന്റെ ഗ്യാസ് കഴിഞ്ഞു പോയി. അത് കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ഇക്ക എന്താട്ടി മേലെ കയറി നൈസായിട്ടുള്ള വിറകൊക്കെ എടുത്ത് തീ പിടിപ്പിച്ച് വന്നപ്പോ അടുപ്പിലുണ്ടാക്കിട്ട് വന്നതാ. അത് കാരണം വല്ലാത്തൊരു ഇടം കയറി. ഗ്യാസ് കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞിട്ടാ. സാധാരണ നമ്മള് ഗ്യാസൊക്കെ ഒരു സ്ഥലത്തൊക്കെ ഗ്യാസൊക്കെ വെയിറ്റ് നോക്കിട്ട് എടുക്കില്ല. ചിലരൊക്കെ ഗ്യാസൊക്കെ വെയിറ്റ് നോക്കിട്ട് എടുക്കണേ ഉണ്ടോ? നമുക്കറിയില്ല. ഗ്യാസൊക്കെ സാധാരണ കുറെ പേരൊക്കെ വെയിറ്റ് നോക്കിട്ടൊക്കെ അങ്ങനെ തരുന്നു. നമുക്കറിയില്ല, പൊതുവെ അത്യാവശ്യം നിക്കലുണ്ട്. നമ്മളിപ്പോ എന്ന് വെച്ചാല് ഏകദേശം 1.5 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് സംഭവം തീർന്നു. 1.5 മാസം വേണ്ട, അതിന് മുമ്പേ തീർന്നു, ഗ്യാസ് തീർന്നു. അതുണ്ടായത് അതവിടെ പടയ്ക്കുന്നതാണ്. ഓക്കെ, പെടാട്ടാ. അപ്പം
നമ്മളെ ഈ ഗേറ്റ് മതില് അതുപോലെ തന്നെ ഈ ഗേറ്റ് ഇതിന്റെ ഫുൾ വീഡിയോ ഇൻഷാല്ലാ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഉടനടി വരും കേട്ടോ. എന്തായാലും ഈ വ്ളോഗ് കഴിഞ്ഞാലൊക്കെ എന്തായാലും ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. മതിലിന്റെ പരിപാടിന്റെ കാര്യമൊക്കെ അതിന്റെ ഫുൾ വീഡിയോ എന്തായാലും ഇൻഷാല്ലാ ബാക്കിൽ തന്നെ വരും. അപ്പോൾ അങ്ങനെ പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ? മതിക്ക് മതി മതി മതി. ഹലോ, നമ്മുടെ വീട്ടിലത്തെ പൂച്ചകളാട്ടാ. ഒക്കെ പറയാം. ഒരു താറാവിന് ഇട്ടാ അവിടെ പുതിയ താറാവിനെ ഹലോ. അപ്പൊ താറാവിനെ പുതിയ മേടിച്ചോണ്ട് അപ്പൊ ഞങ്ങള് അല്ല എത്ര മാസമായത്? 1 മാസമായതാ? മതിക്ക് മതി. 2 മാസം ഉണ്ടാവും താറാവിന് വാങ്ങിട്ട്. അപ്പത്ത് വീട് തള്ളി വിടുക. മധുരമുള്ള കാരണം നമ്മള് കഴിച്ചിട്ടില്ല. അതന്നെ എടുത്തിട്ടുള്ളൂ. അല്ല മധുരമുള്ളത് കൊണ്ട് നമുക്കത് വലിയ ഇഷ്ടമല്ല. നമ്മുടെ വിശേഷങ്ങളൊക്കെ നോർമലി കഴിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉമ്മ പറഞ്ഞ പോലൊക്കെ ട്രൈ ചെയ്യാം. കാരണം ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതില് പെരിഞ്ചീരക നല്ല ജീരകമാണ് വേണ്ടത്. അതിന്റെ മണ്ണാണ് സൂപ്പർ. പിന്നെ വന്നിട്ട് ഏലക്ക ഒരെണ്ണം ഇടുക, ചെറിയ ഉള്ളി എത്ര ചേർത്തിയാലും നല്ല വാഴത്തൂമ്പ് പോലെ കിട്ടും. ഇത് സാധാരണ രീതിക്ക് ഉമ്മ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉണ്ടല്ലോ ഈ ചെക്കന് ഒക്കെ കൊടുക്കുന്ന ഭക്ഷണ വിഭവങ്ങളില് കണ്ണൂര് ഭാഗങ്ങളിൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒരുപാട് വിഭവങ്ങളായിരിക്കും. അതിലൊന്നാണ് ഇത് കേട്ടാ. അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കുക. മഴയും കാര്യങ്ങളാണ്, നല്ല തണുപ്പാണ്, നല്ല അന്തരീക്ഷമാണ്, നല്ല കാറ്റ്. ഇത് ഉണ്ടാക്കണ വിധം എങ്ങനെയാന്ന് അറിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും കമ്പനിയിൽ കൂടി അറിയിച്ചാല് നമ്മള് ഡയറക്റ്റ് വീട്ടിൽ ഒന്ന് കൊണ്ടു കൊടുക്കുന്ന പറയുന്നല്ലേ അമ്മ? ഡെലിവറി ചെയ്യോ? നമ്മളിതിലൊക്കെ എന്തൊക്കെ ചേർക്കണം? ഒരു നാഴി അരിക്ക് എത്ര, 2 നാഴി അരിക്ക് എത്ര, കൂടുതലുള്ളവർക്ക് കൂടുതൽ ചെയ്യണം. അപ്പൊ അതിന് എങ്ങനെയാന്ന് നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണം ഇഷ്ടമുള്ളവര് കമന്റിൽ രേഖപ്പെടുത്തേട്ടാ. അപ്പൊ നമ്മളെ ഒന്നുമില്ല, നമ്മളെ ഫോളോ ചെയ്തിട്ട് പ്രോംപ്റ്റിന്ന് കമന്റ് ഇട്ടാ മതി. എന്താണ് ചോദിക്കുന്നത്? ഇന്നലെ വളർത്ത ഫാമിലി വ്ളോഗിൽ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അതില് കൊറേ താത്തന്മാര്, ഉമ്മയുടെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് താത്തന്മാര് പഴയ കുക്കിംഗ് വീഡിയോസ് കണ്ടിട്ട് അല്ലേ കൊറേ കറികളൊക്കെ വെച്ചു. എന്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് താത്ത വെക്കും പോലെ നോക്കി വെച്ചിട്ടുണ്ട് കൊറേ ആൾക്കാർ പറഞ്ഞു. പക്ഷെ എല്ലാവരും കറിയും എല്ലാം വെക്കും. ഓരോരുത്തർക്കും ഓരോ രീതി. ഇപ്പൊ എന്റെ രീതിയാണ് ഞാൻ പറഞ്ഞതെന്ന്. ചിലപ്പോ ഇതിലും വെച്ച് സൂപ്പർ ആയിട്ട് ചിലപ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അറിയില്ല. ഉറപ്പായിട്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല നല്ല കുക്കിംഗ് വീഡിയോസും വരും, നല്ല നല്ല എന്റർടൈൻമെന്റ് വീഡിയോസും വരും. എല്ലാരും കാണാം. ഇനി ഒരു ആട്ടയിലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് വീഡിയോ നമുക്ക് ഇടാം തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ നമ്മള് ചില സാങ്കേതിക കുറച്ച് തകരാറുകൾ കൊണ്ട് നമ്മൾ വീഡിയോസും വ്ളോഗൊന്നും അധികം ആക്റ്റീവ് അല്ല. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മള് കഠിനമായിട്ട് നമ്മള് ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലീസുകൾ നമ്മളെ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് നമ്മളിപ്പം കൂടെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ. അല്ലേ? എന്തോ പറയുന്നുണ്ട്. നിങ്ങളെ ഭാഗത്തൊക്കെ മഴയുണ്ടോ? പുറത്ത് ഇറങ്ങാൻ പറ്റണില്ല. നമ്മുടെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ നല്ല മഴ കേട്ടാ. മുല്ലശ്ശേരി പഞ്ചായത്ത് നല്ല മഴ ഉണ്ട് ഗൈസ്. കർക്കിടക മാസം പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ. ഉപ്പിന്നൊക്കെ ഇറങ്ങാൻ പറ്റാത്തൊരു സമയമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തില് ഉമ്മേ കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു സംഭവം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്.
അതിന് ഞങ്ങളുടെ 3 ദിവസം രാത്രി കുടിപ്പിക്കുന്ന പറയണേ. ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇരിക്കുന്ന സമയത്ത് നമ്മളൊന്നും കുടിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവം അറിയില്ല. വീഡിയോ ഒക്കെ കാണാം. അതെ, കർക്കിടക മാസം നമ്മള് കർക്കിടക കഞ്ഞി കുടിക്കില്ലേ, ആ കഞ്ഞിയാണ് ഇവര് പറയണേ. ഇവരിന്റെ മക്കള് കഴിച്ചിട്ടേ ഇല്ല. എന്റെ വീട്ടിലൊക്കെ ജീരകഞ്ഞല്ലേ ഉദ്ദേശിച്ച മരുന്നിന്റെ മണം. ചോറയ്ക്കണ ചെമ്പില് 3 കിലോ അരി വെക്കുന്ന ചെമ്പില് എന്റെ ഉമ്മ ചോറ് 1 കിലോ ഉലുവ മേടിക്കും. അതിനെ 3 പങ്കാക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ അരിയില്ല, നെല്ല്, പച്ച നെല്ല് ഉണക്കി കുത്തിച്ച ആ അരി കൊണ്ടുവന്നിട്ടാണ് ഉമ്മ അത് എന്താന്നറിയോ, ഉലുവച്ചോറ് വെച്ചിട്ട് കട്ടക്കുണ്ടാവും. അങ്ങനെ ഉരുവിയാവും. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ, ഞാൻ എന്റെ ഇക്കൊക്കെ കഴിക്കാണ്ടാവുമ്പോ തേങ്ങ ചിരകിട്ട് തരും ഒരു നേരത്ത്. അച്ചിട്ട് വായിലിറക്കാൻ പറ്റില്ല, അന്ന് ഫുള്ളും പട്ടിണിയാവും. ഞാൻ എന്നിട്ട് താത്താടെ വീട്ടിൽ പോകും. താത്താന്റെ ചെറുപേര് കഞ്ഞിയാവും. അത് അപ്പഴും കുഴപ്പമില്ല, ഉപ്പില്ലാണ്ടൊക്കെയാണ്. പക്ഷെ ഇവിടെ 3 ദിവസം ഈ ഉലുവച്ചോറാണ് ഈ കർക്കിടക മാസത്ത്. പട്ടിണി തിന്നില്ലെങ്കിൽ പട്ടിണിയെ കറങ്ങോ പറഞ്ഞിട്ട് അവിടെ ഒന്നും വെക്കില്ല. അതെല്ലാം കൗത്തി വെച്ചിട്ട് ഈ ചോറാണ് താത്തമാർക്ക് എല്ലാവർക്കും ഉമ്മ പാത്രത്തിലാക്കിയിട്ട് അവർക്കൊന്നും വെക്കൂല. ഇവിടുന്ന് വെച്ചിട്ട് 3-4 താത്തമാർക്കും പാത്രത്തിലാക്കി ഇങ്ങോട്ട് തന്നെ കൊടുത്തേക്കും. ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോ അവർക്കും തന്നെയാ. അപ്പം താത്തമാരൊക്കെ ഈ ഉലുവച്ചോറല്ലേ തിന്ന് പരിചയം. അതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണം എൻ്റെ അടുത്താക്കി തന്നായിരിക്കും. അവിടെ ചിലപ്പോ ചെറുപയർ കഞ്ഞിയും അങ്ങനെയൊക്കെ, ചിലവരെ മരുന്ന് കഞ്ഞി അങ്ങനെയൊക്കെ ആവും. അപ്പൊ എനിക്ക് അങ്ങനെ തിന്ന് പരിചയമുണ്ട്. മക്കൾക്ക് തിന്ന് പരിചയമില്ല. അപ്പൊ നിങ്ങൾ വളരെ മക്കളല്ലേ. നിങ്ങൾ കുടിക്കാറുണ്ടെങ്കിൽ പറയണോ? അല്ല, വളർന്ന മക്കൾക്ക് എന്താ പറയാ, നമ്മളൊരു ചെടി വെക്കുമ്പോ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണു, വളം ഇട്ട് കൊടുക്കണു അല്ലേ? അതേപോലെ നിങ്ങൾ വളർന്ന മക്കളാ. നമ്മളൊക്കെ വളർന്ന് പെട്ടുപോയി, ഇനിയൊന്നുമില്ല. നിങ്ങൾക്ക് അത് തരണം, കഞ്ഞി വെച്ച് തരണം. അപ്പൊ നമ്മൾ ഈ മരുന്ന് കഞ്ഞി കൊടുക്കണ കാര്യമാണ് അവർ പറയണത്. അത് പറഞ്ഞു വന്നപ്പോഴാണ് വീട്ടിലെ കഥയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് നെല്ല് കുത്തി അരി 1 കിലോ മേടിച്ചിട്ടുണ്ട്, മരുന്നും മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മരുന്ന് മേടിച്ചിട്ടുണ്ട്. അത് 3 പങ്കാക്കിയിട്ട് 3 രാത്രി 3 പ്രാവശ്യം കഞ്ഞി വെച്ചിട്ട് എല്ലാം പട്ടിണിയാവും. അപ്പൊ അതുപോലെ പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാല്, ഉമ്മ ജനിച്ചു വളർന്ന നാട്ടില് പോയിട്ട് ഉമ്മയുടെ അവിടുത്തെ നല്ല നല്ല വിശേഷങ്ങൾ വെച്ചാല്, ഉമ്മ ചെറുപ്പത്തിൽ പോയ സ്ഥലങ്ങള്, പഠിച്ച സ്കൂളുകള്, പിന്നെ അവിടെ ഒരു കുളമുണ്ട്, ആ കുളം, പിന്നെ അവിടെ കരിമ്പിൻ തോട്ടം, അതൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുംട്ടാ. നല്ല രസം പിടിച്ച സ്ഥലമാണ് ഈ പാലക്കാട്. ഇവിടെ മുതലമടല്ലേ ജനിച്ച മുതലമടല്ലേ? ഞാൻ ജനിച്ചത് മുതലമട, പഠിച്ചത് മുതലമട സ്കൂളിൽ. +2 വരെ +2 വരെ ഉമ്മ പഠിച്ചു. കുറച്ചൊന്നും പഠിച്ചിട്ടുള്ളൂ. അറിയാത്തവര് മുതലമട ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഗൂഗിളില് മാംഗോ സിറ്റി അടിച്ചാ മുതലമട ആയിരിക്കും വരിക. മുമ്പിട്ടുണ്ടല്ലോ നമ്മള്. മുതലമടാന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങള് സ്കൂള് വിട്ട് വരും, ഉച്ച നേരം ട്രെയിന് വരും. അപ്പൊ മാഷും ടീച്ചർമാരൊക്കെ പറയും, ട്രെയിൻ ഇപ്പൊ അതിന്റെ അരികത്തൂടി നിങ്ങൾ പോണ്ട, വേറെ വഴിയിൽ കൂടി പോണം. അപ്പൊ ഇക്കന്മാര് പറയും, വേണ്ട, ടീച്ചർമാരും മാഷന്മാരൊന്നും കാണില്ല, നമുക്ക് ഈ കമ്പി താണ്ടിയിട്ട് അപ്പുറത്തൂടെ പോകാം. അപ്പൊ നമ്മളൊക്കെ ചെറുതാണ്, അവരൊക്കെ 3-ലും 4-ലും പഠിക്കണേ, നമ്മൾ 1-ലോ 2-ലൊക്കെയോ. അപ്പൊ അവരൊക്കെ ഓടും. അവര് ഭ്രാന്തെന്ന് പറഞ്ഞിട്ട് ഇത്തിരി തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളുണ്ട്. അയാള് മേലെ കയറി, ചിലപ്പോ മരത്തിന് മേലെ കയറിക്കും, സ്കൂൾ വിട്ട് വരുന്ന നേരത്തെ മൂത്രയ്ക്കും, ചിലപ്പോ കല്ലെടുത്ത് എറിയും. അതിന് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഈ റെയിൽവേയിൽ കൂടി വരും. ആ റെയിൽവേയിൽ കൂടി വരുമ്പോ ട്രെയിന് വരും. അപ്പൊ നമ്മൾ പേടിച്ച് വരച്ചിട്ട് അങ്ങനെ പതിഞ്ഞ് കാട്ടിനുള്ളിലൊക്കെ പോയി വിളിച്ചിരിക്കും. പേടിച്ചിട്ടാണ്, കുട്ടികളല്ലേ. അങ്ങനെ അപ്പൊ ടീച്ചർ അപ്പൊ 1-ലും 2-ലൊക്കെയാണ്, കാര്യമാമ 4-ലും അങ്ങനെയൊക്കെ. അതെന്താന്നാ മുതലമ്മയുടെ സ്കൂളിൽ പഠിക്കാൻ കാരണം, നമ്മളെ തൊട്ടടുത്ത് ഇപ്പൊ ഇതുപോലെ സ്കൂളുണ്ട്. ഇപ്പൊ പറഞ്ഞ് സർപ്രൈസ് വിളിക്കാൻ പാടില്ല. ഉമ്മ സംസാരിച്ചിട്ട് അവസാനം ഈ 80 അങ്ങോട്ട് 86 ഏത് മേഖലയാണ്? 76 86 ആ ഒരു മേഖലയ്ക്കാണ് പോകും. അപ്പൊ പിന്നെ ടാസ്ക് പിടിച്ചാ കിട്ടില്ല. പിന്നെ ടാസ്ക് എന്താ പറയണ്ട ടാപ്പാ അടി ഉമ്മ ഇപ്പൊ അടി ഗൈസ്. പക്ഷേ ഇത് ക്ലാസ്സില് എണ്ണം നോക്കാൻ പറ്റുമോ? പറയാ ഇതില് വരുന്നത്
ഈ കൊണ്ട് വരും. വന്നു കഴിഞ്ഞാൽ കുട്ടികളെ എണ്ണം നോക്കാൻ വരും. അപ്പൊ ഇവിടുത്തെ കുറെ കുട്ടികളുടെ കണക്കില്ലാത്ത കുട്ടികളെ പിടിച്ച് അവിടെ കൊണ്ടിരിക്കും. അത് അയാള് പോയ പിന്നെ ആ കുട്ടികളിലേക്ക് പിന്നെ വേറെ അവിടെ കൊണ്ടു. അതാണ് അത് അതേപോലെ കൊണ്ടുപോയതാണ്. ഞാൻ പഠിക്കാത്ത കാരണം എന്താണെന്നറിയോ? തൊട്ടടുത്ത് സ്കൂളുണ്ട്. ആ സ്കൂളിൽ എന്റെ രണ്ടാം ക്ലാസ്സിൽ കാണാൻ വരിക. ഞങ്ങളൊരു മൂത്തുമ്മാന്റെ മോനാണത്. മൂത്തുമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം മൂത്തുമ്മയല്ല, ഉപ്പാടെ അങ്ങനെ ഒരു ഇതില്. അപ്പൊ ആ ഇക്ക അവിടെ അറബി മേടിച്ചാണ്. അപ്പൊ അറബി പഠിക്കാൻ കുട്ടികളില്ല. അപ്പൊ ഈ സ്വന്തത്തിലും ബന്ധത്തിലുള്ള കുട്ടികളെയൊക്കെ ഇക്ക പെറുക്കിക്കൊണ്ട് പോകും. എന്നിട്ട് 10 പൈസ കൊടുത്താല് ആ സ്കൂളിന്റെ അവിടെ ട്രയൽ പാലിന്റെ അവിടെ ഏത് വർഷത്തിൽ? അത് ഞാൻ പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ എനിക്ക് 49 വയസ്സായില്ല. അന്നത്തെ കഥയാ പറയുന്നത്. അതാണ് എന്റെ പഠിപ്പ് പോയത്. അല്ലെങ്കിലൊക്കെ ഞാൻ ഇന്ന് ആരാ ചിലപ്പോ കലക്ടറായിട്ടുണ്ടാവും. 1980 എല്ലാവരും മുഖം സൂം ചെയ്യട്ടെ. ഉമ്മ പറഞ്ഞേല് കളക്ടർ അല്ലില്ല. എന്റെ ജാതകത്തില് എന്റെ പിന്നെ നല്ല ഉദ്ദേശത്തില് നല്ലൊരു ജോലിയില് നല്ലൊരു പവറിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ പഠിപ്പ് ഞാൻ പഠിക്കാത്ത കാരണമാണ് ഇങ്ങനെ. അറിയോ, കളികൾക്കൊന്നും വേണ്ട നിങ്ങള്. അപ്പൊ പഠിപ്പ് പോവാൻ കാരണം എന്താന്നറിയോ? ഇവിടുന്ന് 10 പൈസ എന്ന് പറഞ്ഞുണ്ടല്ലോ. ആ 10 പൈസ അല്ല പറയാ. അതിര് വിട്ടു ഗൈസ്. അല്ല അതിന് വിടല്ല. അന്ന് ഇല്ല നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഉമ്മ അതിര് വിടും. ഉമ്മാക്ക് ഒരുപാട് 5 പൈസ കണക്ക് 10 പൈസ കണക്കൊക്കെ ആ സമയത്തെ കഥകളിൽ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉമ്മാടെ വീഡിയോസ്, നൊസ്റ്റാൾജിയ വീഡിയോ ഉണ്ടല്ലോ. പോയ സ്ഥലം, പഠിച്ച സ്കൂള്, കുളങ്ങള്, പാടങ്ങള്, കൊയ്തത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 10 പൈസ കൊടുത്താ സ്കൂളിൽ കൊണ്ടുവിടും. അവിടെ 10 പൈസ കൊടുത്താൽ വീടിന് മുന്നിൽ കൊണ്ടുവിടും. വീടിന് മുന്നിൽ നിന്ന് കയറി പോയാ വീടിന് മുന്നിൽ പൈസ ഒക്കെ പോകും. ഉപ്പ എത്ര രൂപ പഠിച്ചിട്ടുണ്ട്? ഞാൻ 4. ഉപ്പേ 4, ഉമ്മേ 4, ഉപ്പേ 4 വരെ. പണ്ടത്തെ 4. പക്ഷെ 2ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. 4 വരെ പഠിച്ചിട്ടുണ്ട്. 4 എഴുതിയിട്ടില്ല. അവരെന്താന്ന് പറയാ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 4 കുട്ടികളില്ലെങ്കിൽ 4 കൊണ്ടിരുത്തും. അങ്ങനെ ഞാൻ 4 വരെ പഠിച്ചത് എന്റെ ഓർമ്മ. നോക്കുമ്പോ 2 വരെ പഠിച്ചിട്ടുള്ളൂ. അത് 2ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. ഇവിടുന്ന് നടന്ന് പോകും. 10 പൈസ ബസ്സിൽ തരുന്ന കാശിന് ഞങ്ങൾ 10 പൈസക്ക് 10 മുട്ടായി കിട്ടും. അത് വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് തിന്നിട്ട് ഈ വലിയ ഇക്കന്മാരും താത്തമാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ? വലിയ ബനുണ്ട്. പക്ഷെ അതില് ചെന്നിരുന്നിട്ട് ഈ മിഠായും ഈ അന്നും ചിലപ്പോ വീട്ടിൽ നിന്നൊക്കെ ചിലവർക്കൊക്കെ ഭക്ഷണം ആക്കി കൊടുക്കും ഉമ്മമാര്. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഉച്ചക്ക് പട്ടിണിയാണ്. സ്കൂളിൽ പോയാൽ ഒരു സ്പൂണല്ല, ഈ ചോറ് നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ, അതുമ്മ ഒരു കയ്യിലിങ്ങനെ ഉപ്പുമാവ് തരും. അതെന്ത് ഉപ്പുമാവ്? ഗോതമ്പ് ഉപ്പുമാവ്. അത് കൂട്ടിയിട്ട് ഉച്ചക്ക് അത് പോയാൽ അത് സ്കൂളിൽ ചെന്നാൽ അത് കിട്ടും. ഇല്ലെങ്കിൽ ഫുള്ള് പട്ടിണിയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ ആ കാട്ടിലത്തെ കയ്യൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെ കൂടെ വരും. അവര് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു കൊടുത്താൽ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോ നിർത്താണ്. ഇത് വെച്ചാല് മറ്റേ ഇതെന്ന് പറയില്ല, നമ്മള് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സോ അല്ലെങ്കിൽ മറ്റേ എക്സ്പ്രസ് ട്രെയിനൊക്കെ പറയില്ലേ, അതേമാതിരി ഇങ്ങനെ ചിലപ്പോൾ ഒറ്റ പോക്കാ, നിർത്തില്ല. അപ്പൊ അതേമാതിരി അവസ്ഥ കഥ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് അറിയാം. അതൊക്കെ നമുക്കൊരു വീഡിയോസ് ആയിട്ട് വരാം. ഞാൻ വളർന്ന രീതിയൊക്കെ പറയണ്ടെങ്കിലല്ലോ, അതിൽ ഒരുപാട് നീണ്ട കഥയൊക്കെ നമ്മൾ എടുക്കും. അവിടെ പോയിട്ട് ഓരോരോ സ്ഥലം ചിത്രീകരിച്ച് നമ്മൾ ആ കഥ പറയിപ്പിക്കും. വെച്ചാല് ഉമ്മാക്കൊക്കെ ഒരു എന്താ പറയാ, ഉമ്മയുടെ കുറെ ഓർമ്മകളുണ്ടല്ലോ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ. ഉമ്മ കളിച്ച് വളർന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പുതുക്കാൻ ഒരു അവസരം ഉമ്മാക്ക് നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് ഉമ്മ പോയിട്ട് ഉമ്മാക്ക് ആ ഒരു കാഴ്ച, കൂട്ടുകാരികളെ കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ ഉമ്മയുടെ പണ്ടത്തെ കുറെ കൂട്ടുകാരിമാരുണ്ടാവും, അവരൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അവരൊക്കെ പോയിട്ട് സന്തോഷം പങ്കിടുക. ഇതൊക്കെയാണ് അതിനെന്താ പറയാ, ഉമ്മാന്റെ ജീവിത കഥയാണ്. അപ്പൊ അതൊക്കെ ഇൻഷാ അല്ലാഹ് കാണാം നമുക്ക്. അടിപ്പരണ്ടിയിൽ ഒരാള് ജുനീത, സാലിഹ വന്നിട്ട് ഉടുമ്പലിപ്പേട്ട. ഇതൊക്കെ എവിടെ സ്ഥലം? ഉടുമ്പലിപ്പേട്ടാന്ന് പറഞ്ഞാ തമിഴ്നാട്. പിന്നെ അടിപ്പരണ്ടി പറഞ്ഞ നമ്മാറ അടിപ്പരണ്ടി, അതും ജുനൈദ. സാലിഹ പറഞ്ഞ അവിടെ. പിന്നെ ഓരോരുത്തരും ഞാൻ ഇവിടെ ഖദീജ, കൊറേ പിള്ളേരുണ്ട്. പിന്നെ സത്യഭാമ, ബിമല,
പാർവതി എല്ലാവരും ഇല്ല, എല്ലാരും കാണുന്നുണ്ട്. അവർക്ക് ഓരോ ഭാഗത്ത് ഇതുപോലെ ഉമ്മയുടെ കൂട്ടുകാരികളൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മീറ്റപ്പ് ചെയ്യണം കേട്ടാ. ഇവര് തമ്മിലൊരു മീറ്റപ്പ് എന്ന് വെച്ചാൽ 4ാം ക്ലാസ് മീറ്റപ്പ് അല്ലേ, ഒരു മീറ്റപ്പ്. അവരൊന്നും എന്റെ കൂടെ പഠിച്ചിട്ടില്ല. പിന്നെ അവരൊക്കെ നമ്മളെ അലോത്തൂർ സ്കൂൾ പോലെ അടുത്ത സ്കൂളുണ്ട്. ഇത് ഈ ഉപ്പാടെ ജ്യേഷ്ഠന്റെ മോന്റെ ജോലി പോകും പറഞ്ഞിട്ട് കുടുംബത്തിലുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുപോവാണ്. അറബി പഠിപ്പിക്കുക, അറബി കുട്ടികൾ വേണ്ടേ, മുസ്ലിം കുട്ടികൾ വേണ്ടേ, അതിന് ഈ സ്വന്തത്തിലുള്ള കുട്ടികളൊക്കെ പൊറുക്കിട്ട് പോവാണ്. അല്ലെങ്കിൽ ആ ഇക്കാന്റെ ജോലി പോകും. അല്ലെങ്കിൽ എന്റെ പഠിപ്പൊന്നും പോയിട്ടുണ്ടാവില്ലല്ലോ, വീട്ടുകാരായിട്ടാണ്. എന്താണ് അവരുടെ ജോലി കിട്ടാൻ വേണ്ടിട്ട് എന്താ പറയാ, ഉമ്മയുടെ വിഷമങ്ങളാണ് ഇപ്പൊ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഉമ്മയുടെ എന്താ പറയാ, ആ ഒരു സമയത്ത് ഉമ്മയുടെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ ഉമ്മ സംസാരിച്ചുകൊണ്ടിരിക്കണത്. പഠിക്കാൻ ഉമ്മക്ക് എന്താ പറയാ, അന്ന് പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഉമ്മക്ക് പഠിക്കാൻ സാഹചര്യങ്ങൾ എന്നൊക്കെയാണ് ഉമ്മ പറയണത്. ഇൻഷാ അല്ലാഹ് എന്തായാലും നല്ലത്, ആയുസ്സും ബർക്കത്തും എല്ലാ ദീർഘായുസ്സും, അതുപോലെ പിന്നെ എല്ലാവിധ ആഫിയത്തും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും ട്ടാ. ഓക്കെ. ഉമ്മാക്കും പിന്നെ ആർക്ക് അമീൻ ട്ടാ. കാഴ്ചയിൽ ഇത്രയും നല്ലൊരു മനസ്സിന്റെ ഉടമയായ ഉമ്മ പറയുന്നുണ്ടല്ലോ, ഇപ്പോഴും പറയുന്നുണ്ടല്ലേ, നമ്മുടെ കൂട്ടുകാരികളൊക്കെ ഇപ്പോഴും കാണാം എന്ന രീതിയിലൊക്കെ ഉമ്മ പറയുന്നത്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമൊക്കെ കണ്ടില്ലേ. അവള് തെരുവത്ത് നേർച്ചയ്ക്ക് പോയപ്പോ അവിടെ വെച്ച് കണ്ട്. പിന്നത്തെ പോലെ നമ്മള് പോയില്ലല്ലോ, അങ്ങനെ കണ്ടു. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഞങ്ങള് ഒത്തിരി ഉണ്ടെങ്കിൽ ആ കനാല് ചാലിന് വീണിട്ടുണ്ടാവും. രണ്ടാളുടെ കെട്ടിപ്പിടിച്ചു. അവള് കണ്ടിട്ട് ഒരുപാട് കാലായി. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. നിന്നെ ഗർഭം ഉണ്ടായിരിക്കുമ്പോഴാണ് അവളുടെ കല്യാണം. നമുക്ക് അത് നിർത്തില്ല കേട്ടോ, അതുകൊണ്ട് നമ്മള് നിർത്താണ്. വിശേഷം മതി. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാമായിട്ട് എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളൊരു ദിവസം ഇതില് പൊട്ടിക്കും. ഏതാ ഡയലോഗ് പൊട്ടിക്കും. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്, വല്ലാത്തൊരു കഥയാണ്. നിങ്ങൾ കേട്ടുപോയ നിങ്ങളെ കണ്ണില് വെള്ളം വരില്ല, ചോര വരും. അതും വേണമെങ്കിൽ ഞാനൊരു ദിവസം വീഡിയോയിൽ പറയാം. അത്രയ്ക്കും ഇതായിട്ടുണ്ട് ഞാന്. കല്യാണം കഴിഞ്ഞ് വന്നവിടെ, എന്റെ വീട്ടിലല്ല, വന്നവിടെ. അതൊക്കെ പണ്ട് കാലത്തൊക്കെ അങ്ങനെ കുറെ എന്താ പറയാ, ഒരുപാട് വിഷമങ്ങളും ഒരുപാട് നേരിട്ടിട്ടായാലും ഒരുപാട് തരണം ചെയ്തിട്ടായിരിക്കും ഈ നിലയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോ എന്തായാലും കുഴപ്പമില്ല, ഒക്കെ കിട്ടെ. ഇല്ലെങ്കിൽ ആള് നിർത്തില്ല, ആള് പറഞ്ഞ മാതിരി സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഓക്കെ, എന്റെ ഉപ്പയായിട്ടാണ് പറഞ്ഞിട്ട് ജാലും തെറ്റിദ്ധരിക്കണ്ട, പാവമാണത്. അതിന് കിട്ടിയത് എന്റെ ഭാഗ്യാണ്. സെറ്റ് കണ്ട, എത്ര തല്ലുകൂടി കഴിഞ്ഞാല് സ്നേഹം കണ്ടില്ലേ കണ്ടാ. കെട്ടിയ ഭർത്താവിനെ കഴിഞ്ഞിട്ടുള്ളൂ ഈ 2 മക്കളും. ഉപ്പ കേക്കണ്ട, ഉപ്പ എവിടെ? ഉപ്പ പോയാ? ഉപ്പ കേൾക്കുന്നില്ല. അന്ന് എന്തോ പറഞ്ഞില്ലേ, അതിന് നീ മക്കളുടെ അല്ലേ സ്നേഹം എന്ന് പറഞ്ഞ, ഇന്നെ ഇല്ലാണ്ടാക്കിയില്ലേ നീ ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭാഗം നിങ്ങളും ഈ ഭാഗം മക്കളുമാണ് പറഞ്ഞു. കുറച്ച് പണിയില്ല. ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നേ നമുക്ക് ഇവിടെ. അപ്പൊ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് നിക്കുന്ന ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസുകള് അല്ലേ. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ എന്ന് പറഞ്ഞത് വീഡിയോ ഒന്നും അല്ല, നമ്മൾ വെറുതെ 4 മണി വിശേഷങ്ങള് പോലെ അങ്ങനെ സംസാരിച്ച് പോയതാണ്. വേറെ ഒന്നും വിചാരിക്കല്ലേ, വേറെ കമന്റ് ഒന്നും വിടല്ലേ, തെറ്റിദ്ധരിക്കല്ലേ. അപ്പൊ നമ്മുടെ കാര്യം, വീട്ടിലത്തെ കാര്യം, കുടുംബ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചു. ആരോടും ചോദിക്കണ്ട. നമ്മള് വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാരും കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അല്ല, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. എന്താണ്, എന്ത് മറന്നാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നിങ്ങളെ പോലെയുള്ളവരാണ് നമ്മൾ എങ്ങനെ പറയാനും എല്ലാം നമുക്ക് പറ്റണം. നിങ്ങള് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവരും നമ്മളെ വീഡിയോ കാണണം. ആദ്യമായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം. കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആള് പറഞ്ഞാൽ മതി, പാർസലാക്കിട്ട്. 2 പെർഷ്യൻ ക്യാറ്റ് പൂച്ച ഉണ്ട്, നല്ല പൂച്ചയാ. ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അയച്ചുതരാം. അത് വെച്ചാല് കുഞ്ഞിപ്പാടത്താണ്, അവര് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കുഞ്ഞിപ്പ 2 ചെറിയ കുട്ടി പെർഷ്യൻ ക്യാറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് എന്തായാലും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു ഷോർട്ടായിട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇടണം. അപ്പോൾ ഇപ്പോൾ നോക്കാൻ കുറച്ച് സമയങ്ങളില്ലാത്തതുകൊണ്ട് അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ജസ്റ്റ് അപ്പം അറിയിച്ചാൽ മതി കേട്ടാ, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടാ. പിന്നെ എന്നാ പിന്നെ അവനപ്പ എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം എന്നല്ലേ? ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഓക്കെ, ടാറ്റാ. ഓക്കെ.